പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിഗൂഢ പോസ്റ്റുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പ്രചരിക്കുന്നതല്ല സത്യം, സത്യം മറച്ചുവെച്ചു. സത്യത്തിന്റെ ചുരുൾ അഴിയുമോ എന്നതാണ് മന്ത്രിയുടെ പോസ്റ്റ്. എന്നാൽ പോസ്റ്റ് എന്തിനെക്കുറിച്ചാണെന്നോ ആരെക്കുറിച്ചാണെന്നോ സൂചന നൽകാതെ 3 വാചകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയായിരുന്നു പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രചരിക്കുന്നതല്ല സത്യം, സത്യം മറച്ചു വെച്ചു, സത്യത്തിൻ്റെ ചുരുൾ അഴിയുമോ എന്നുള്ള ഒരു 3 വാചകം, അതോടൊപ്പം ഒരു ചിത്രം, അതുകൂടി ആ വാചകങ്ങൾ അടങ്ങുന്ന ആ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ഈ വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, നിഗൂഢ പോസ്റ്റാണ്. ഈ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇത് ഇട്ടതിന് പിന്നാലെ 4000-ത്തിലധികം ലൈക്കുകൾ അതിന് കിട്ടിയിട്ടുണ്ട്. പലതരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ കമൻറ്റുകൾ വായിച്ചാൽ വളരെ ചിരി വരും കേട്ടോ. കാരണം ഈ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്നുള്ള പാട്ടടക്കം കമൻ്റായി ഇട്ടവരുണ്ട്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ചയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയുന്ന തരത്തിലുള്ള ചില കമൻറ്റുകളുണ്ട്. പോറ്റി സോണിയാഗാന്ധിയുമായുള്ള ചിത്രത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. അതായത് കരുണാകരന് ലഭിക്കാത്ത അനുമതി എങ്ങനെ പോറ്റിക്കും ഗോവർദ്ധനും ലഭിച്ചു എന്നുള്ള ഒരു ചോദ്യമൊക്കെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ചോദിച്ചിരുന്നു ഈ പത്രസമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി. അപ്പോൾ ഇനി അതാണോ എന്നുള്ളതല്ല, അങ്ങനെ രസകരമായ കുറേ കമൻറ്റുകളും ഒക്കെ താഴെയുണ്ട്. എന്നാലും എന്താണ് പോസ്റ്റ് എന്നുള്ളത് നമുക്കത് വീണ ജോർജ് വ്യക്തമാക്കുന്നില്ല. ഇതിൽ ഒരു കമൻറ്റ് വായിച്ച് നോക്കുമ്പോൾ ഇതിലെ ഒരു കമൻറ്റ് കാണുന്നത് വിചാരിച്ച പോലെയല്ല, കപ്പൽ മുങ്ങുന്നുണ്ട് എന്നാണ് ഒരു കമൻറ്റ് അതിൽ കിടക്കുന്നത്. ഈയൊരു അതായത് കോൺഗ്രസ് ആണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള തരത്തിൽ ഇടതുപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല, അതവർ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ഉന്നയിക്കുന്ന ആരോപണങ്ങളാണെന്നുള്ളത് കോൺഗ്രസും ഒക്കെ പറഞ്ഞു വരുന്നു. ഇപ്പോഴും അതിലൊരു നിഗൂഢത അങ്ങനെ നിൽക്കുന്നുണ്ട്. കൂടുതൽ ഉന്നതർ വരേണ്ടതുണ്ട്. കൂടുതൽ ഉന്നതർ ഈ കേസുമായി ബന്ധപ്പെടും, ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെടും. എന്നാൽ ശബരിമല സ്വർണ്ണ കേസാണ് ഈ പറയുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു നിഗമനത്തിലേക്ക് പോലും എത്താൻ സാധിക്കില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിനുള്ള മറുപടി നൽകേണ്ടത് ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ്. എന്തിനെക്കുറിച്ചാണ് ഈ പോസ്റ്റ്, എന്താണ് ആ പ്രചരിക്കുന്ന ആ സത്യം, ഒപ്പം ആ മറഞ്ഞിരിക്കുന്ന ആ സത്യം എന്നുള്ളത് പറയേണ്ട ഉത്തരവാദി അല്ലെങ്കിൽ പറയേണ്ട ചുമതല ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്.